ഇങ്ങനെയൊക്കെ ചെറിയ വെയിറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടാവുള്ളൂ, പക്ഷെ ബോഡി ഇങ്ങനെ ആടിയിട്ട് ചെയ്യും. ഹെവി ആയിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഇങ്ങനെ സ്ട്രൈറ്റിൽ നിന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറ്റില്ല. ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോവരുത്, ഇവിടെ നിർത്തുക. ഈ എൽബോ മാത്രമേ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. നിങ്ങളുടെ ബോഡി ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് മാത്രമല്ല, അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഡയറ്റാണ്. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു വാഹി ഫിറ്റ്നസ്. അപ്പം ഇന്നത്തെ നമ്മളെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈസെപ്സിൻ്റെ വർക്കൗട്ടുകളാണ്. ഒരുപാട് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വർക്കൗട്ട് കൂടിയാണ് ബൈസെപ്സിൻ്റെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ. അപ്പം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കുന്നത്. ഒരു 4 ബൈസെപ്സിൻ്റെ ബെസ്റ്റ് വർക്കൗട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഓൾറെഡി ഈ ഒരു ചാനലിൽ നമ്മൾ ഒരു ചെസ്റ്റിൻ്റെ വർക്കൗട്ട്, അതേപോലെ തന്നെ ബാക്കിൻ്റെ വർക്കൗട്ട്, ഷോൾഡറിൻ്റെ വർക്കൗട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആൾക്കാർ അത് കറക്റ്റായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 4ാമത്തെ വർക്കൗട്ടിൻ്റെ സീരീസ് ആണ്. അപ്പോൾ 4ാമത്തെ ഡേയിൽ നമ്മൾ ചെയ്യുന്നത് ബൈസെപ്സിൻ്റെ വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ബാ. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈസെപ്സിന് ഫസ്റ്റ് ചെയ്യുന്ന വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ബാർബെല്ലാണ്, ബാർബെലുകളാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ എടുത്തിട്ടുള്ളതാണ് ഈസി ബാർ ആണ്. ഓക്കെ, ഇസഡ് ബാർ. ഓക്കെ, ഇപ്പം ഏത് ബാർ എടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ സ്ട്രൈറ്റ് ബാർ എടുക്കാം, ഈസി ബാർ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാവുമ്പോൾ ഒന്നും കൂടി പിടുത്തം കംഫർട്ട് ആവും. ഓക്കെ, അപ്പോൾ ഈ റിസ്റ്റിനൊക്കെ പെയിനൊക്കെ ഉള്ള ആളുകൾക്ക് ഇതൊന്നും കൂടി കംഫർട്ട് ആവും. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യൽ ഈ ഒരു ബാറിലാണ്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള വെയിറ്റ് ഇതിലിടാം. ഓക്കെ, ഇവിടെ നിർത്തുക. ഫുള്ളായിട്ട് ഹാക്ക് ചെയ്തിട്ടിടരുത്. ജസ്റ്റ് ഒരു നമ്മളെ എൽബോ ഒരു ബെൻഡിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവിടുന്ന് ഈ രീതിയിൽ അടിക്കാം. ഒരുപാട് മേലക്കും പോകരുത്. ഒരുപാട് മേലക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഷോൾഡർ ആയിരിക്കും കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ നിർത്തുക. ഓക്കെ, ഡൗൺ ചെയ്യാം. ഫുള്ളായിട്ട് താത്തണ്ട, ഇവിടെ വരെ നിർത്തുക. 1 2 3. ഇപ്പം നിങ്ങൾക്ക് സൈഡിൽ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൈ ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ട് വെക്കുക. ഫുള്ളായിട്ട് ലെങ്തിനും ചെയ്യാം. 2 3 4. ആക്ട് ബൈസ് മൈൻഡ് കോൺട്രാക്ഷൻ കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. 5 6. ഈ രീതിയിൽ വേണം ബൈസെപ്സിൻ്റെ ബാർബെലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം ഇത് ചില ആൾക്കാർ മിസ്റ്റേക്ക് ആയിട്ട് ചെയ്യുന്നത് കാണാം. ഇപ്പം ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെറിയ വെയിറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടാവുള്ളൂ, പക്ഷെ ബോഡി ഇങ്ങനെ ആടിയിട്ട് ചെയ്യും. ഹെവി ആയിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഇങ്ങനെ സ്ട്രൈറ്റിൽ നിന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറ്റില്ല. ഹെവി ആയിട്ട് വെയിറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ചെറിയൊരു രീതിയിലുള്ള മൊമെൻ്റ് ഒക്കെ വരും, പക്ഷെ ഒരിക്കലും ചെറിയ വെയിറ്റ് ഇട്ടിട്ട് ഇങ്ങനെ നിന്നിട്ട് അടിക്കരുത്. ഓക്കെ, അതേപോലെ തന്നെ ഒരിക്കലും ഒരുപാട് മേലേക്കും കൊണ്ടുപോകരുത്. കറക്റ്റ് ഫോമിൽ തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മളെ ബൈസെപ്സ് കറക്റ്റായിട്ട് 100% നമ്മൾ ആ വർക്കൗട്ട് ബൈസെപ്സിന് കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഷോൾഡറിനൊക്കെ ആയിരിക്കും നമ്മളെ അതിൻ്റെ വർക്കൗട്ട് കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം ബൈസെപ്സിൻ്റെ ബാർബെലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, 2ാമത്തെ വർക്കൗട്ട് നമ്മൾ ക്യാബിളിൽ ബൈസെപ്സുകളാണ് ചെയ്യുന്നത്. ബാർബെൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, സെയിം നമ്മൾ ബാർബെലുകൾ എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് പൊസിഷനും കാര്യങ്ങളൊക്കെ. ഈ ഒരു സ്റ്റാൻഡിൽ നിൽക്കുക കറക്റ്റായിട്ട്. കാലൊന്നും ഓവറായിട്ട് വൈഡ് ആക്കണ്ട. ഇവർ കറക്റ്റ് ഷോൾഡർ ലെവലിൽ തന്നെ നിൽക്കുക. നമ്മൾ പിടുത്തം ഷോൾഡർ ലെവലിൽ ആണ് നമ്മൾ ബാറിൽ പിടിക്കേണ്ടത്. ഓക്കെ, ദെൻ ചെസ്റ്റ് ഒന്ന് അപ്പ് ചെയ്ത് വെക്കാം. 1. ഇത്ര വന്നാൽ മതി. ഓക്കെ, കറക്റ്റായിട്ട് റിലീസ് ചെയ്യുക. പതുക്കെ റിലീസ് ചെയ്യുക. 2 3. മുകളിലേക്ക് പൊക്കുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഔട്ട് കൊടുക്കാം. 4 5 6. ഇതും നേരത്തെ നമ്മൾ ബാർബെലുകൾ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ കൊണ്ടുപോകരുത്. ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തേക്ക് അതാ ഷോൾഡർ ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇവിടെയാണ് നിർത്തേണ്ടത്. 5 6. അതേപോലെ തന്നെ ഹാക്ക് ചെയ്തിട്ട് ഇടരുത്, ഇങ്ങനെ ഇടരുത്. ഈ ഒരു രീതിയിൽ നിർത്തുക. 7 8 9 10. ഈ രീതിയിൽ വേണം നമ്മൾ ബൈസെപ്സിൻ്റെ ക്യാബിളുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോവരുത്, ഇവിടെ നിർത്തുക. ഈ എൽബോ മാത്രമേ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. നമ്മളെ ബാക്കിയുള്ള ഷോൾഡറോ കാര്യങ്ങളൊന്നും മൂവ് ചെയ്യരുത്. ഓക്കെ, ഇവിടുന്ന് ജസ്റ്റ് 1. ഓക്കെ, ഒന്നുകൂടി കാണിച്ചു തരാം. 1 2. ഈ രീതിയിൽ വേണം ബൈസെപ്സിന് ക്യാബിളുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി 3ാമത് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ പീച്ചറുകളാണ്. അത് മെഷീനിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ സീറ്റ് നമുക്ക് ഇവിടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ അപ്പ് ആൻഡ് ഡൗണിൽ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, വെയിറ്റും ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ സീറ്റിൽ ഇരുന്നതിന് ശേഷം ഒരുപാട് കയറിയിട്ട് ഇരിക്കരുത്. ഓക്കെ, ഇപ്പം എപ്പോഴും നമ്മൾ ബാക്കിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റിൽ. ഓക്കെ, ഓക്കെ,
അപ്പോൾ നമ്മൾ ഇനി ഇതിൽ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഈ ബെഞ്ചിനോട് ഫിക്സ് ചെയ്തിട്ട് വെക്കാം. ഓക്കെ, ഫുള്ളായിട്ട് കൈ ഇറക്കിയിട്ട് വെക്കാം. കൈ ഇവിടെ ഈ ഗ്യാപ്പ് ഉണ്ടാവരുത്. ഓക്കെ, ഫുള്ളായിട്ട് ഇറക്കിയിട്ട് വേണം, അതായത് ഫുള്ളായിട്ട് കംഫർട്ടായിട്ട് സീറ്റിൽ വെക്കാം. സ്പൈന് ന്യൂട്രായിട്ട് വേണം നിൽക്കാൻ. ഈ സ്പൈൻ ന്യൂട്രായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ സ്പൈൻ ആർച്ചായിട്ട് പോകും. സ്പൈൻ എന്ത് വെച്ചാൽ ന്യൂട്രായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ, അതായത് കറക്റ്റ് ലെവലിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ ഹിപ്പ് ഭാഗം കുറച്ച് ബാക്കിലേക്ക് വെക്കുക. ഓക്കെ, എന്നിട്ട് എടുക്കുക. 1 പതുക്കെ റിലീസ് ചെയ്യുക. എടുക്കുന്ന സമയത്ത് കുറച്ച് സ്പീഡിൽ എടുക്കാം. 2 3 4 മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് കൊടുക്കുക. 5 6 7 8 9 10. ഈ രീതിയിൽ വേണം നമ്മൾ ഫീച്ചറുകൾ മെഷീനിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതും ഒരുപാട് ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് സ്പീഡിലൊക്കെ അടിക്കും, കൈയൊക്കെ ഉണ്ടാവും ഇങ്ങനെ പൊന്തി പോന്ന്. ആ രീതിയിലൊന്നും ചെയ്യരുത്. കറക്റ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ബെഞ്ചിൽ ഫിക്സ് ചെയ്തിട്ട് കൈ വെക്കുക. എന്നിട്ട് കറക്റ്റ് കണക്ഷൻ, മൈൻഡ് കണക്ഷനൊക്കെ കറക്റ്റ് ബൈസെപ്സിന് തന്നെ കൊടുത്തിട്ട്, സോ ഇതിൽ കറക്റ്റ് മൈൻഡ് കണക്ഷൻ കൊടുക്കുക. നമ്മൾ ചിന്തകളോ കാര്യങ്ങളൊന്നും വേറെ എടുക്കും പോകരുത്. കറക്റ്റ് കൊടുത്തിട്ട് ഈ രീതിയിൽ ചെയ്യാം. പതുക്കെ റിലീസ് ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ വേണം നമ്മൾ ഫീച്ചറുകൾ ബൈസെപ്സിന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ അപ്പം നമ്മൾ നാലാമത്തെ വർക്കൗട്ട് നല്ല ഡംബൽ ആം വർക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഡംബൽ ആം വർക്കുകൾ നമുക്ക് കിട്ടുന്ന മസിൽസ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു മസിൽസിനാണ് നമുക്ക് കിട്ടുന്നത്. കറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മസിൽസ്. ഓക്കെ, ഇത് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ലൊരു വർക്കൗട്ട് ഇതും കൂടിയാണ്, ആം വർക്കുകൾ. ഓക്കെ, ജസ്റ്റ് ഈ രീതിയിൽ ഹോൾഡ് ചെയ്യുക. ഇത്ര വരിക, ഇങ്ങോട്ട് പോകണ്ട, ഈ രീതിയിൽ വരിക. 1 2 3 ഈ രീതിയിലാണ് ഡംബലിലെ ഹാം വർക്കുകൾ ചെയ്യുക. ഇതന്നെ ഒരുപാട് രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്യാബിളിൽ റോപ്പ് ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ബെഞ്ചിൽ വെച്ചിട്ട് സിംഗിൾ ആം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഉള്ളിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ രീതിയിൽ പല രീതിയിൽ വേരിയേഷൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഹാം വർക്കുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈസെപ്സിൻ്റെ 4 വർക്കൗട്ടുകൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞു. 4 വർക്കൗട്ട് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒന്ന് ബാർബെൽക്കുകൾ, അതുപോലെ തന്നെ ഒന്ന് ക്യാബിളിൽ ബൈസെപ്സുകൾ ചെയ്തും, അതുപോലെ തന്നെ ഫീച്ചറുകൾ മെഷീന്, ഡംബലിൽ ഹാം വർക്കുകൾ. ഈ 4 വർക്കൗട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അടുത്ത ബൈസെപ്സിൻ്റെ ഇടയിൽ ചെയ്ത് നോക്കുക. കറക്റ്റ് ഫോമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, നിങ്ങൾ ബോഡി ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് മാത്രമല്ല, അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഡയറ്റാണ്. പ്രോപ്പർ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എത്രയും പെട്ടെന്നുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പം ഫിറ്റ്നസ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഓക്കെ, സോ താങ്ക് യു, ബൈ, സീ യു.